അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 5-ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദബ് പബ്ലിക്കേഷൻ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കളക്ഷൻ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വിഷയത്തിലും 8 വീതം ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ പുസ്തകമാണ്. ടോട്ടൽ 4 വിഷയങ്ങളിലായിട്ട് 50 മാർക്കിൻ്റെ 32 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. ആവശ്യക്കാർ കമൻറ്റിലൂടെ അറിയിക്കുക. പാഠത്തിലേക്ക് നീങ്ങാം. അദ്ദർസുൽ ഖാമിസു, 5-ാമത്തെ പാഠം. ദാലിക ബുർത്തുഖാലുൻ, അത് ഓറഞ്ചാണ്. ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ദാലിക, തിൽക്ക എന്നുള്ള 2 വാക്കുകളാണ്. ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഹാദ ഹാദിഹി. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം. ഹാദ എന്നുള്ളത് പുരുഷന്മാർക്കും ഹാദിഹി എന്നുള്ളത് സ്ത്രീകൾക്കുമാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദാലിക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും തിൽക്ക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുമാണ് ഉപയോഗിക്കുക. രണ്ടിൻ്റെയും അർത്ഥം അത് എന്നാണ്. ഒന്നാമത്തെ ദാലിക ബുർത്തുഖാലുൻ, അത് ഓറഞ്ചാണ്. അടുത്തത് തിൽക്ക തുഫാഹത്തുൻ, അത് ആപ്പിളാണ്. അത് ആപ്പിളാണ്. അടുത്തത് ദാലിക ബാമിയ, അത് വെണ്ടക്കയാണ്. തിൽക്ക ബിത്വീഖത്തുൻ, അത് വത്തക്കയാണ്. ഇവിടെ ബിത്വീഖത്തുൻ എന്നുള്ളതിൽ താ ഉണ്ട്, അതുപോലെ തുഫാഹത്തുൻ എന്നുള്ളതിലും താ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തിൽക്ക അത് എന്ന് ഉപയോഗിച്ചു. നേരത്തെ ബാമിയ എന്നുള്ളതിലും താ ഇല്ല, ബുർത്തുഖാൽ എന്നുള്ളതിൽ താ ഇല്ല, മുദക്കറാണ്, ആണാണ്. അപ്പോൾ ദാലിക അത് എന്ന് ഉപയോഗിച്ചു. അടുത്തത് തദ്രിബാത്ത് നോക്കാം. നുജീബു, നമുക്ക് ഉത്തരം നൽകാം. കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ഉത്തരം നൽകാം. ക്വസ്റ്റ്യൻ അതാണ്. മാ ദാലിക, അത് എന്താണ്? ദാലിക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. അടുത്തത് മാ തിൽക്ക, അത് എന്താണ്? മാ ദാലിക എന്ന് പറഞ്ഞാലും മാ തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്താണെന്നർത്ഥം. മാ ദാലിക എന്നുള്ളത് പുരുഷന്മാർക്കും ഉപയോഗിക്കും, മാ തിൽക്ക എന്നുള്ളത് സ്ത്രീകൾക്കും സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കും. മാ തിൽക്ക, അത് പിടക്കോഴിയാണ്. അപ്പോൾ എന്താ പറയണ്ടേ? അത് പിടക്കോഴിയാണ് എന്നുള്ളതിൻ്റെ അറബി പറയണം. അപ്പോൾ തിൽക്ക ദജാജത്തുൻ, തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അടുത്തത് മൻ ദാലിക, അത് ആരാണ്? അത് ആരാണ്? അപ്പോൾ ദാലിക അത് ബാസിമുൻ, ബാസിമാണ്. അല്ലെങ്കിൽ ദാലിക ഇബിനുൻ, അത് മകനാണ്. അല്ലെങ്കിൽ ദാലിക ഏതെങ്കിലും ഒരു ആളിൻ്റെ പേര് എഴുതിയാൽ മതി, ദാലിക വെച്ചിട്ട്. അടുത്ത് മൻ തിൽക്ക, അത് ആരാണ്? അപ്പോൾ തിൽക്ക ഫാത്തിമത്തു, അത് ഫാത്തിമയാണ്. അല്ലെങ്കിൽ തിൽക്ക ത്വാലിബത്തുൻ, അത് വിദ്യാർത്ഥിനിയാണ്. തിൽക്ക ദാരിസത്തുൻ, അത് പഠിക്കുന്നവളാണ്, അല്ലെങ്കിൽ അത് വിദ്യാർത്ഥിനിയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ 2 വാക്കാണ് പഠിച്ചത്. മാ ദാലിക, മാ തിൽക്ക എന്നുള്ള വാക്കുകളും മൻ ദാലിക, മൻ തിൽക്ക എന്നുള്ള വാക്കുകളും. മാ ദാലിക എന്ന് പറഞ്ഞാലും മാ തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്താണ്. മൻ ദാലിക എന്ന് പറഞ്ഞാലും മൻ തിൽക്ക എന്ന് പറഞ്ഞാലും അത് ആരാണ്. അത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ ഹാദിൻ്റെ പാഠത്തിൽ പഠിച്ചല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഹാദ ഹാദിഹി ഇത്, ദാലിക തിൽക്ക അത്, ഇത്രമാത്രം വ്യത്യാസമുള്ളൂ. അടുത്തത് നസ്അലു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ചോദിക്കാം. ഉദാഹരണം എന്താണ്? മൻ തിൽക്ക, അത് ആരാണ്? അതിൻ്റെ ആരോ മാർക്ക് ഒരു പെൺകുട്ടിയിലേക്കാണ്. അപ്പോൾ മൻ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. അടുത്തതിൻ്റെ ആരോ മാർക്ക് ഒരു ആൺകുട്ടിയിലേക്കാണ്. അപ്പോൾ ഉപയോഗിക്കുക മൻ ദാലിക, അത് ആരാണ്. അടുത്തത് ബാമിയമ്മക്കാണ്, വെണ്ടക്കക്ക് ബാമിയ, അതിൽ താ ഇല്ല, അപ്പോൾ ആണാണ്, പുരുഷലിംഗമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മാ ദാലിക എന്നാണ് ഉപയോഗിക്കുക. മാ ദാലിക, അത് എന്താണ്. അടുത്ത് ബിത്വീഖത്തുൻ,
വത്തക്കയിലേക്കാണ്. അതും മാ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. അത് എന്താണ്? ബിത്തീഖത്തുൻ എന്നുള്ളൊരു താ ഉണ്ട്, അതുകൊണ്ട് തിൽക്ക എന്ന് ഉപയോഗിക്കും. ഫസ്റ്റ് പറഞ്ഞത് മൻ തിൽക്ക, ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ത്രീലിംഗമായതുകൊണ്ട് മൻ തിൽക്ക എന്ന് ഉപയോഗിക്കും. സെൻറ്ററത്തെ രണ്ടെണ്ണം ദാലിക്ക എന്നാണ് ഉപയോഗിക്കുക, രണ്ടും ആണാണ്. അടുത്ത നഖ്റഉ മിനൽ ഖുർആനി, ഖുർആൻ നമുക്ക് ഓതാം. ഇതിൻ്റെ അർത്ഥമൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഓതിയാൽ മതി. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. വമാ തിൽക ബിയമീനിക, നിൻ്റെ വലത് കയ്യിൽ എന്താണുള്ളത്. അപ്പോൾ അവിടെ തിൽക്കാന്ന് ഉപയോഗിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല ചോദിക്കുകയാണ്, നിൻ്റെ വലത് കയ്യിൽ എന്താ ഉള്ളത് എന്ന്. ഒരു വടി ഉണ്ടായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം മറുപടിയും പറഞ്ഞു, ഇത് വടിയാണ്, പിന്നെ ആടിനും മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ ഇലകളൊക്കെ കൊഴിച്ചു കൊടുക്കാൻ പറ്റും, അങ്ങനെ കുത്തി നടക്കാൻ പറ്റും, കുറേ മറുപടി പറഞ്ഞു. അപ്പോൾ വമാ തിൽക ബിയമീനിക, നിൻ്റെ വലത് കയ്യിലുള്ള ഉള്ളത് എന്താണ്. അപ്പോൾ മാ തിൽക, അത് എന്താണ് എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. ഇവിടെ ദാലിക, അത് എന്നുള്ള ആ വാക്ക് അവിടെ വന്നു. അർത്ഥം എഴുതേണ്ട ആവശ്യമില്ല. ഹയ്യാ നൻസഖ്, നമുക്ക് പകർത്തി എഴുതാം. ദാലിക എന്നുള്ളത് മുകളിൽ പകർത്തി എഴുതുക, തിൽക്ക എന്നുള്ളതും താഴെയും പകർത്തി എഴുതുക. ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഈ പാഠത്ത് പഠിച്ചത് ദാലിക തിൽക്ക എന്നുള്ള വാക്കുകൾ രണ്ടിൻ്റെയും അർത്ഥം അത് എന്നാണ്. ദാലിക എന്നുള്ളത് പുരുഷന്മാർക്കും തിൽക്ക എന്നുള്ളത് സ്ത്രീകൾക്കും ഉപയോഗിക്കും. മറ്റൊന്ന് പഠിച്ചത് മൻ ദാലിക മൻ തിൽക്ക. മൻ എന്നുള്ള വാക്ക്, മൻ എന്ന് പറഞ്ഞാൽ ആര്. മറ്റൊന്ന് മാ എന്നുള്ള വാക്ക്, ഇത് രണ്ടാമത്തെ പാഠത്ത് പഠിച്ചതാണ്. മാ എന്നുള്ള വാക്ക്, മാ പറഞ്ഞാൽ എന്ത്. അപ്പം മൻ ദാലിക എന്ന് പറഞ്ഞാൽ അത് ആരാണ്. മൻ തിൽക്ക എന്ന് പറഞ്ഞാലും അത് ആരാണ്. മാ ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്താണ്. മാ തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്താണ്. മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.